കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്ന് മനസ്സിലാക്കി അല്ലേ? അതിലെ ലാസ്റ്റ് എക്സ്പെരിമെന്റ് നടത്തിയതാരാ? ഹർഷി ആൻഡ് ചേസ്. അതിനുശേഷം ജനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീനാണ് എന്ന വാദം ഒരാൾക്കും ഉണ്ടായില്ല. But after that, it is observed that in some virus, the genetic material is RNA. പക്ഷെ അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടെത്തി ചില വൈറസുകളിൽ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. ലൈക്ക് ടൊബാക്കോ മൊസൈക്ക് വൈറസ്, QB വൈറസ്, എക്സെട്ര. RNA വൈറസുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ജനറ്റിക് മെറ്റീരിയൽ RNA. Thus, both the DNA and RNA are acting as genetic material. Thus, in most of the organism, DNA is genetic material, and in a few virus, RNA is genetic material. RNA is mainly acting as the messenger RNA for transferring the information from DNA for protein synthesis, and RNA also act as the adapter molecule or tRNA, transfer RNA in protein synthesis. Why DNA became the genetic material in most of the organisms? That is our today's class. അധിക ജീവികളിലും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. വളരെ കുറച്ച് വൈറസിലാണ് RNA ആണ്. DNA വൈറസുകളുണ്ട്, RNA വൈറസുകളുണ്ട്. വളരെ കുറച്ച് വൈറസിന് മാത്രമാണ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്. RNA അധികവും മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA എന്ന വിധത്തിൽ പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് അധിക ജീവികളിലും DNA ജനറ്റിക് മെറ്റീരിയലായി മാറിയത് എന്നതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ഡിസ്കസ് ചെയ്യണം? ഒരു ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടികൾ എന്തായിരിക്കണം എന്ന് ഡിസ്കസ് ചെയ്യണം. ആ പ്രോപ്പർട്ടീസ് DNAയിലാണോ അതല്ല RNAയിലാണോ കൂടുതലുള്ളത് എന്നും നമ്മൾ കണ്ടെത്തണം. ദാറ്റ് ഈസ് അവർ ടുഡേയ്സ് ക്ലാസ്. ദാറ്റ് ഈസ് properties of genetic material. In this, we are comparing DNA and RNA. So, this heading is again DNA versus RNA. ഇതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും മനസ്സിലാക്കണം, നോട്ട് ചെയ്ത് വെക്കണം. So firstly, in this we are discussing the properties of genetic material. Mainly, there are 4 properties for a genetic material. A molecule with that 4 properties can act as the genetic material. First one is they should possess the power for replication. During cell division and during reproduction, that genetic material should be passed into the daughter cells and daughters from the parents or parent cell.
For that, they should be produce their duplicate copies. Production of duplicate copies is called replication. Thus, a molecule becomes a genetic material when it possesses the power for replication. They should be produce their replicate copies. Then second is they should be chemically and structurally stable. That genetic material should be stable in the individual. Otherwise, that individual is changing from one animal into another one. So, that biomolecule which is acting as the genetic material should be chemically and structurally stable. Then thirdly, it should provide the scope for minute changes known as mutation. It should provide the scope for mutation which is essential for evolution. അവ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആണെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ടാവാൻ സാധിക്കണം. അങ്ങനെ ഉണ്ടാവുന്ന ചെറിയ ചേഞ്ചുകൾക്കാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആ ചെറിയ ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ എവല്യൂഷൻ നടക്കുള്ളൂ. ഇപ്പൊ എവല്യൂഷൻ നടക്കണമെങ്കിൽ ജനറ്റിക് മെറ്റീരിയലില് ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാവണം. ഓക്കെ. Then the fourth feature is they should be able to express as Mendelian characters. നാലാമത്തത്, these genetic materials are present in the nucleus in all cells, but from that cell they should be expressed as characters. അവ ഒരു കെമിക്കലായിട്ട് ബോഡിയിൽ ഉണ്ടായാൽ പോരാ, അവ എന്തായിട്ട് മാറണം? ക്യാരക്ടേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരണം, ക്യാരക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു വരണം. ആ ക്യാരക്ടേഴ്സ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിനാണ് മെന്റീലിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ജനറ്റിക് മെറ്റീരിയലും ക്യാരക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു വരാൻ. അവ ജീനോടൈപ്പായിട്ട് ഇങ്ങനെ നിന്നാ പോരാ, ഫീനോടൈപ്പായിട്ട് മാറുകയും വേണം. ഈ 4 സ്വഭാവങ്ങളുള്ള മോളിക്യൂൾസിനെ ജനറ്റിക് മെറ്റീരിയൽ ആവാൻ പറ്റുകയുള്ളൂ. ഈ സ്വഭാവങ്ങള് DNA-യിൽ എത്രത്തോളം ഉണ്ട്, RNA-യിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ 4 പഠിച്ചു വെക്കണം, മറന്നുപോകരുത്. ഒന്നെന്താ, അവർക്ക് സ്വന്തം ഫോട്ടോ കോപ്പീസ് ഉണ്ടാക്കാനുള്ള പവർ വേണം. രണ്ടാമതെന്താ, അവ സ്റ്റേബിൾ ആയിരിക്കും. മൂന്നാമത്തേതെന്താ, സ്റ്റേബിൾ ആണെങ്കിലും മ്യൂട്ടേഷന്റെ സ്കോപ്പ് വേണം. നാലാമതെന്താ, അവ അങ്ങനെ നിന്നാ പോരാ, അവയിൽ നിന്ന് സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്തു വരണം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ 4 ഫീച്ചേഴ്സ് DNA-യിലും RNA-യിലും എത്രത്തോളം ഉണ്ട് എന്നതാണ്. അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദി ഫസ്റ്റ് ഫീച്ചർ ഈസ് എബിലിറ്റി ഫോർ റെപ്ലിക്കേഷൻ. Due to base pairing rule and complementarity,
both DNA and RNA can easily replicate. ഒന്നാമത്തത് ജനറ്റിക് മെറ്റീരിയലിന് റെപ്ലിക്കേഷൻ പവർ വേണമെന്നുള്ളതാണ്. അവിടെ നമ്മൾ DNA-യും RNA-യും നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും ബേസ് പെയറിംഗ് റൂൾ ഉണ്ട്. ആ ബേസ് പെയറിംഗ് റൂളിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കോപ്പി ഉണ്ടാക്കാൻ ഏത് ന്യൂക്ലിയോടൈഡുകളെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് DNA-യിലും RNA-യിലും റെപ്ലിക്കേഷൻ ഈസി പ്രോസസ്സാണ്. ബട്ട് ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് ദിസ് കോംപ്ലിമെന്റാരിറ്റി in other biomolecules like protein, replication is not possible. പക്ഷേ ബാക്കിയുള്ള ബയോമോളിക്യൂൾസിനൊന്നും ഇങ്ങനെ ഒരു കോംപ്ലിമെന്റാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർക്കൊന്നും ജനറ്റിക് മെറ്റീരിയലായി ആക്ട് ചെയ്യാൻ കഴിയൂല. പക്ഷേ DNA-ക്കും കഴിയും, RNA-ക്കും കഴിയും. Then the second property is stability. They should be chemically stable and structurally stable. The genetic material should be stable. It is not changing according to the age. ഏജിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അക്കോർഡിംഗ് ടു ദി സീസൺ അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പാടില്ല. Then again according to the change in physiology. ഇനി ഫിസിയോളജിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഫിസിയോളജിയിൽ ചേഞ്ച് വരും, അസുഖങ്ങൾ വരുമ്പോൾ ഫിസിയോളജിയിൽ ചേഞ്ച് വരും, ചില മെഡിസിൻസ് ഉപയോഗിച്ചാൽ വരും. അപ്പോഴൊന്നും ജനറ്റിക് മെറ്റീരിയലിൽ ചേഞ്ച് വരാൻ പാടില്ല. If we are analyzing this character with the DNA and RNA, we can see difference. RNA are more reactive, so less stable. This is due to some reason. One, in RNA, the pentosugar is ribose. In ribose, there is a free OH group on the second carbon atom. So due to the presence of a 2' free OH group on each nucleotide, RNA is more reactive. RNA-യിൽ ഓരോ ന്യൂക്ലിയോടൈഡിന്റെ പെന്റോഷുഗറിലും ഫ്രീ ആയിട്ടുള്ള ഒരു OH ഗ്രൂപ്പ് അതിന്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഉള്ളത് കൊണ്ട് അതിന്റെ റിയാക്ഷൻ പവർ വളരെ കൂടുതലാണ്. സെക്കൻഡലി, ഇൻ RNA, uracil is present. The pyrimidine or nitrogen base present in the RNA is uracil instead of thymine in DNA. This uracil is more reactive than thymine. Thymine-ക്കാളും ഒരുപാട് റിയാക്റ്റീവ് ആണ് uracil. So RNA is more reactive. Then thirdly, RNA itself can act as catalyst. RNA is a catalyst. So, due to this catalytic power, RNA is more reactive. മൂന്നാമത്തത് എന്താ? RNA സ്വന്തമായിട്ട് തന്നെ ഒരു കാറ്റലിസ്റ്റാണ്. അതുകൊണ്ട് കെമിക്കൽ റിയാക്ഷനൊക്കെ സ്പീഡപ്പ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് RNA സ്വന്തമായിട്ടും മോർ റിയാക്റ്റീവ് ആണ്. So, due to these three reasons, RNA is more reactive and less stable. If we are examining the second property in DNA, we can see DNA is less reactive and more stable. DNA is
less reactive and more stable due to the following reason. One, it's double-stranded in nature. DNA is double-stranded. Due to this double-stranded nature, it is more stable. Secondly, in DNA there is no free OH group at the second carbon atom of deoxyribose. ആ പെന്റോ ഷുഗറിന് ഡിയോക്സിറൈബോസ് ഉള്ള പേര് കിട്ടിയത് തന്നെ അതില് ഒരു OH ഗ്രൂപ്പ് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ് ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് OH group in the second carbon. Then thirdly, in DNA, instead of uracil, thymine is present. The chemical name of thymine is 5-methyl-uracil. So one valency of the uracil is already filled in thymine by a methyl group. ഈ DNA-യില് യുറാസിലിന് പകരം തൈമിനാണുള്ളത്. തൈമിൻ എന്ന് പറഞ്ഞാല് 5-methyl-uracil. അതിന്റെ ഒരു വാലൻസിൽ ഓൾറെഡി ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇനി അവിടെ വേറൊരാൾ വന്നുകൊണ്ട് റിയാക്ഷൻ നടത്തൂല. സോ തൈമിൻ ഈസ് മോർ സ്റ്റേബിൾ, ലെസ് റിയാക്റ്റീവ്. Then fourthly, in DNA, if there is a change, that change can be removed by a process known as repair. DNA-യിൽ കാണുന്ന ഒരു പ്രോസസ്സാണ് DNA റിപ്പയർ. എന്തെങ്കിലും മിസ്റ്റേക്ക് റെപ്ലിക്കേഷന്റെ സമയത്ത് DNA-യിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സിനാണ് റിപ്പയർ എന്ന് പറയുക. ആ റിപ്പയർ ഉള്ളത് കൊണ്ട് ചെറിയ ചേഞ്ച് വന്നാലും അത് അവിടുന്ന് ഇല്ലാതെയാക്കി മാറ്റും. ഡ്യൂ ടു ദിസ് DNA is less reactive and more stable. This stability of DNA we observed in transforming principle conducted by Griffith. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ DNA-യുടെ ഈ സ്റ്റെബിലിറ്റി നമ്മൾ കണ്ടതാ. ബൈ അപ്ലൈയിങ് ഹീറ്റ് ബാക്ടീരിയ കിൽഡ്, ബട്ട് സം പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് ബാക്ടീരിയ ഈസ് നോട്ട് ഡിസ്ട്രോയിഡ് ബൈ അപ്ലൈയിങ് ഹീറ്റ്. ദാറ്റ് ഈസ് വൈ when heat killed a strain is mixed with R, its genetic material without any change passed into a strain. Or when we apply temperature, the two strands of DNA will separate by breaking the hydrogen bonds. But if they get some favorable condition, that separated two strands again join together. ഹീറ്റ് കിൽഡ് നടത്തിയപ്പോൾ DNA-യുടെ 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ അതിന്റെ ടെമ്പറേച്ചറൊക്കെ പോയപ്പോൾ ആ 2 സ്ട്രാൻഡ് വീണ്ടും ഒരുമിച്ച് ചേർന്നു. അങ്ങനെ DNA-ക്ക് മോർ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് അവിടെ നമ്മൾ കണ്ടെത്തി. Thus, based on this second property, we can say that DNA is more suitable than RNA to act as genetic material. ഇപ്പൊ രണ്ടാമത്തെ കേസിൽ DNA-ക്കാണ് കൂടുതൽ സ്യൂട്ടബിലിറ്റി ഉള്ളത് അല്ലേ? കാരണം DNA ആണ് കൂടുതൽ സ്റ്റേബിൾ, RNA more reactive. Then the third is scope for mutation. The genetic material should possess the scope for mutation, then only evolution occurs. Evolution നടക്കണമെങ്കിൽ മ്യൂട്ടേഷൻ നടക്കണം. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ചുകളാണ്. അപ്പൊ കംപ്ലീറ്റ് സ്റ്റേബിൾ ആയാൽ ജനറ്റിക് മെറ്റീരിയൽ ആയി ആക്ട് ചെയ്യാൻ കഴിയില്ല. When we are noting this,
ability for mutation. We can see due to high reactivity and less stability, RNA can easily mutate. That is why the RNA virus with the short life period is changing from one form to another form. But in the case of DNA, it also possesses the scope for mutation. Then the fourth feature is ability to express as characters. When we are comparing DNA and RNA with the expression of characters, RNA can directly express as characters by synthesizing protein. RNAയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടത്തും. ആ പ്രോട്ടീൻസിന്റെ ഫലമായിട്ട് ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യും. Thus, RNA can directly express as Mendelian characters. But in the case of DNA can synthesize protein and express characters with the help of RNA. Because the protein synthesizing machinery is associated with RNA. പക്ഷേ DNA-യുടെ കേസിൽ DNA-ക്ക് പ്രോട്ടീൻ സിന്തസിസ് നടത്തി ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ RNA-യെ അവലംബിക്കണം. കാരണം RNA-യുടെ സറൗണ്ടിങ്ങിലാണ് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ഉള്ളത്. So, in the fourth character, RNA is more suitable than DNA to act as genetic material. But if we are comparing all the four among DNA and RNA, we can see that due to the more stability and less reactivity, DNA is more suitable than RNA to act as genetic material. That is why DNA is the genetic material in most of the organism and RNA is present only in a few viruses. Clear ആയോ? ചോദിക്കും പരീക്ഷ. എന്തുകൊണ്ടാണ് അധിക ജീവികളിലും ജനറ്റിക് മെറ്റീരിയൽ DNA ആയത്, എന്തുകൊണ്ട് RNA ആയില്ല എന്ന്? അപ്പൊ ഈ നാലും വെച്ചുകൊണ്ട് നമ്മൾ എളുപ്പം പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആവാൻ എന്തൊക്കെ സ്വഭാവങ്ങളാണ് ഒരു ബയോമോളിക്യൂളിന് വേണ്ടത്? ഇങ്ങനെ ചോദിക്കും. ഇനി അതുമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് RNA DNA-ക്കാളും മോർ റിയാക്റ്റീവ് എന്ന് ചോദിക്കാം. അപ്പൊ ഇത് കൃത്യമായി പഠിച്ചിരിക്കാം. സിമ്പിളാണ് അല്ലേ? Then whether RNA or DNA is formed first or whether DNA or proteins are formed first. For the synthesis of DNA, enzymes are needed. Enzymes are proteins. For the synthesis of protein, DNA is needed. DNA ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ വേണം, പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ DNA വേണം. അപ്പൊ പിന്നെ തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് എന്ന പ്രോബ്ലം ഇവിടെയുണ്ട്. കാരണം ഒന്നുണ്ടായാലേ മറ്റതുണ്ടാവുള്ളൂ, മറ്റതുണ്ടായാലേ ആദ്യത്തെ ഉണ്ടാവുള്ളൂ. So now scientists observed that the firstly formed genetic material was RNA because RNA can act as the genetic material and can also act as the biocatalyst. RNA ആണ് ആദ്യം ഉണ്ടായ ജീവികളുടെ ഒക്കെ ജനറ്റിക് മെറ്റീരിയൽ. കാരണം
RNAക്ക് ജനറ്റിക് മെറ്റീരിയൽ ആവുകയും ചെയ്യും, ഒപ്പം തന്നെ ബയോ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. RNA ഈസ് ആക്ടിങ് ആസ് ബയോ കാറ്റലിസ്റ്റ് ഇൻ മെനി മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരുപാട് മെറ്റബോളിക് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന RNAകളുണ്ട്. ലൈക്ക് റൈബോസൈം ഒരെണ്ണം നിങ്ങൾ പഠിച്ചതാ. But due to the more reactivity of that RNA, it gradually became the stable genetic material DNA. പക്ഷേ ക്രമേണ RNAയുടെ മോർ റിയാക്റ്റീവ് പവർ ഉള്ളത് കൊണ്ട് അത് സാവധാനം ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മോർ സ്റ്റേബിൾ ആയിട്ടുള്ള DNA ആയി മാറുകയാണ് ചെയ്തത്. That is why now in most of the organism the genetic material is DNA. DNA attain the stability through the process called DNA repair. മാത്രമല്ല DNA എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി DNA റിപ്പയർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും റെപ്ലിക്കേഷന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കും. So this is about our this class. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇവിടെ ഒരു കളിയായിരുന്നു. DNA ആണോ RNA ആണോ ജനറ്റിക് മെറ്റീരിയലായി ആക്ട് ചെയ്യാൻ കൂടുതൽ സ്യൂട്ടബിൾ എന്ന്. എന്നിട്ട് ആരെ ജയിച്ചത്? DNA ജയിച്ചു അല്ലേ? RNA വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. ഒന്നാമത്തെ ക്യാരക്ടറിൽ മൂന്നാമത്തെ ക്യാരക്ടറും നാലാമത്തെ ക്യാരക്ടറും RNAയും DNAയും തുല്യാണ്. പക്ഷെ രണ്ടാമത്തെ ക്യാരക്ടർ മാത്രം DNA മോർ സ്യൂട്ടബിൾ ആയി. ഓക്കെ, നന്നായി പഠിക്കുക. അപ്പൊ ഇത്രയും പാർട്ടാണ് ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ട്. DNA സ്ട്രക്ചർ നമ്മൾ തുടങ്ങി, പിന്നെ DNA കെമിക്കൽ നേച്ചർ എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള 3 എക്സ്പെരിമെന്റുകൾ. അങ്ങനെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഉറപ്പിച്ചു. പിന്നെയാണ് നമ്മൾ RNA ഉണ്ടല്ലോ എന്ന് കണ്ടെത്തിയത്. പക്ഷെ അധിക ജീവികളിലും DNA ആണ് എന്ന് നമ്മൾ കണ്ടെത്തി. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ DNA വേഴ്സസ് RNA എന്നുള്ള ഈ ടോപ്പിക്കിലും ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടായ DNA പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാവണ്ടല്ലോ അല്ലേ? നമ്മള് ഡയറക്റ്റ് ക്ലാസ്സിൽ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഇത് നിങ്ങൾ കേൾക്കണം. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇല്ലേ? എന്താണ്? ഡയറക്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ അതിന്റെ ഇടയിൽ ശ്രദ്ധ മാറി വേറെ ഏതെങ്കിലും വൈകി പോയാൽ പിന്നെ ബാക്കിയുള്ളത് കിട്ടൂല. ഇതോ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് 2-3 പ്രാവശ്യം എടുത്തുകൊണ്ട് ഈ ജനറ്റിക് പാർട്ട് നന്നായി മനസ്സിലാക്കുക. ചെയ്യൂലേ? യെസ്, താങ്ക് യു.